നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് തന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം. വന്ന കാര്യം നടത്തിയിട്ടേ പോകുന്നുള്ളൂ. എന്നാ വെയിറ്റ് ചെയ്യാം. നിനക്കിഷ്ടമായോ? ഇതുപോലെ ഒന്നല്ലേ നമ്മൾ അന്വേഷിച്ച് നടന്നത്. വിഷു ദിവസം പുലർച്ചെ തന്നെ പുറപ്പെട്ടത് നന്നായി. എല്ലാ ഐശ്വര്യമാകും. അമ്മേ തട്ടി വീഴല്ലേ? ഓ പിന്നെ ഇങ്ങോട്ട് 19 വർഷമായിട്ട് ഈ വീടിന്റെ മുക്കും മൂലയും അറിയാവുന്ന എന്നെയാ അവള് കണ്ണുകൊത്തി വീഴല്ലേന്ന് പറഞ്ഞു പേടിപ്പിച്ചോണ്ടിരിക്കുന്നു. ഇതൊരു ചെറിയ സർപ്രൈസ് അമ്മേ. വിഷുവല്ലേ, നിന്റെ വലിയൊരു സർപ്രൈസ്. അമ്മ കണിയൊരുക്കണ്ടാന്ന് ഇന്നലെ നീ പറഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ നീ അതൊരുക്കി വെച്ചിട്ട് എന്നെ വിളിക്കൂന്ന്. എങ്കിൽ ശരി, ഞാൻ തന്നെ തോറ്റൊന്ന് കൂട്ടിക്കോ. ആ ഇനി അമ്മ കണ്ണു തുറന്നോ. ഭഗവാനെ, ഗുരുവായൂരപ്പ. അയ്യോ, കണ്ണടച്ചു കളയല്ലേ. എന്തുവടി? കണി വേറെയും ഉണ്ട്. ദേ അങ്ങോട്ട് നോക്കിക്കേ. മക്കളെ, നിങ്ങളോ? ആ കണ്ടില്ലേ, ഇപ്പൊ ഞെട്ടിയോ അമ്മ? ഞെട്ടിയടി, ശരിക്കും ഞെട്ടി. എന്നാലേ ഞെട്ടിച്ചത് ഞാനല്ല, അച്ഛനാ. അച്ഛനായിരുന്നു നിർബന്ധം. 3 മക്കൾക്കും ഇവിടെ വെച്ച് തന്നെ വിഷു കൈ നീട്ടം കൊടുക്കണമെന്ന്. അമ്മയ്ക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് പറഞ്ഞ് രായ്ക്ക് രാമായണം നടത്തിയ സീക്രട്ട് ഓപ്പറേഷനിലൂടെയാ വല്യേച്ചിയും കുഞ്ഞേച്ചിയും ഇവിടേക്ക് എത്തിച്ചത്. ഓ, അച്ഛന്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടാണല്ലോ ഞങ്ങൾക്ക് വിഷു കൈ നീട്ടം. ആഹാ, അപ്പൊ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരല്ലടി. അയ്യോ, അങ്ങനെയാണോ അമ്മ? വെറുതെ പറഞ്ഞതാടി. എന്നാ കൈനീട്ടം എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ അച്ഛാ. 3-4 കൈ ഇവിടെ റെഡിയായിട്ടിരിക്കുക. എക്സ്ക്യൂസ് മീ, പുറത്താരോ വന്നിട്ടുണ്ടല്ലോ. അച്ഛാ, നമ്മുടെ ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കാൻ ആരോ വന്നതാ. വിഷു ആയതുകൊണ്ട് ഹോട്ടലില്ലാന്ന് ഞാൻ അവരോട് പറഞ്ഞതാ. ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്, ഞാൻ നോക്കിട്ട് വരാം. അച്ഛൻ പോയി നോക്കും. നല്ലൊരു ദിവസമായിട്ട് അല്ലേ അമ്മേ? അവിടെ കണി കാണിക്കലും കൈനീട്ടം കൊടുക്കലും ഒക്കെ ആയിരിക്കും അരവിന്ദേട്ടാ. തിരക്ക് കൂട്ടണ്ട. നമുക്കൊരു തീരുമാനം അറിയണ്ടേ തനു? ആരാ? നമസ്കാരം. നമസ്കാരം. ഗോപാലകൃഷ്ണൻ അല്ലേ? ആ അതെ, ഞാൻ കായൽ റാണി ഗ്രൂപ്പിന്റെ ഉടമ അരവിന്ദ് സ്വാമിനാഥൻ. അത് ഇതെന്റെ ഭാര്യ തനൂജ അരവിന്ദ്. നമസ്തേ. എന്റെ ബിസിനസ് പാർട്ണർ കൂടിയാ. അല്ല, ഈ കായൽ റാണി ഗ്രൂപ്പ്? സംശയിക്കണ്ട, നിങ്ങൾ ഈയിടെ ഇവിടുത്തെ ശ്യാമയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തെരഞ്ഞെടുത്ത ഹൗസ് ബോട്ട് കായൽ റാണി ഗ്രൂപ്പിന്റെ ആയിരുന്നു. ഓ, വിഷു ആയതുകൊണ്ട് ഇന്ന് ഹോട്ടൽ അവധിയാണെന്ന് മോള് പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് ചായ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിരോധമില്ലെങ്കിൽ വീട്ടിൽ നിന്നൊരു ചായ ആവാം. അത് ശ്യാമയുടെ കൈകൊണ്ട് തന്നെ ഇട്ടു തന്നാൽ കൂടുതൽ സന്തോഷം. ഞങ്ങൾക്ക് അകത്തേക്ക് ഇരിക്കാമോ? അയ്യോ പിന്നെന്താ, വരൂ അകത്തേക്ക് ഇരിക്കാം. വരൂ വരൂ. ശ്യാമയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഈ ബന്ധത്തിന് 100% മനസ്സാ. നല്ല മിടുക്കനല്ലേ ദീപക്ക്? എന്നാ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ബാക്കി ഒന്നുമില്ല ഗോപാലകൃഷ്ണ, ഒരു കച്ചവടത്തിനോ വിലപേശലിനോ അല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്.
എന്നെ വിടുന്നേ. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? പൊന്നും പണവും ഒന്നും വേണ്ട. ഈ മുത്തിനെ ഞങ്ങൾക്കിങ്ങ് തന്നാ മാത്രം മതി. ഒരഭ്യർത്ഥന മാത്രമുണ്ട്. എത്രയും പെട്ടെന്ന് വേണം വിവാഹം. എന്റെ അമ്മ ഗൗരിഭായിയുടെ ഓമനയായിരുന്നു ഇവൻ. അവർക്കുള്ള ഒരേ ഒരു പേരക്കുട്ടി. താഴത്തും തലയിലും വെക്കാതെയാ ഇവനെ വളർത്തിയത്. ഇവന്റെ കല്യാണം നടന്നു കാണണമെന്ന് അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു. അമ്മ ഇപ്പോ ICUല. തുറന്നു പറയാലോ, ഇന്നോ നാളെയോ ഒന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലാ. അവന്റെ പെൺകുട്ടിയെ അമ്മയൊന്ന് കാണിക്കണമെന്ന് ഞങ്ങൾക്കുണ്ട്. കല്യാണം ഇന്ന് നടത്തുന്നെങ്കിൽ അത്രയും സന്തോഷം. തീരുമാനമെടുത്ത സ്ഥിതിക്ക് വൈകിക്കണ്ടെന്ന് ഞങ്ങളുടെ അഭിപ്രായം, അല്ലേ ശാരദേ? അല്ല, പഠിക്കണമെന്നുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞോ അതാവാലോ. മോൾക്ക് എത്ര വേണോ അത്രയും പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാ. അത് എവിടെ വിട്ടിട്ടാണെങ്കിലും. അപ്പോ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ തീരുമാനിക്കാമല്ലോ അല്ലേ? ആ അതെ, ജോത്സ്യനെ കണ്ട് ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ കുറിപ്പിക്കാം. കായൽ റാണി ഗ്രൂപ്പിന്റെ ഒരേ ഒരു അനന്തരാവകാശിയുടെ വിവാഹമാണ്. എടുപിടിയെന്ന് തീരുമാനിച്ചാലും ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. വിവാഹം അമ്പലത്തിൽ വെച്ച് ലളിതമായിട്ട് മതി. ആളും ബഹളവും കൂടുമ്പോ തൊട്ടടുത്ത ബന്ധുക്കൾക്ക് പോലും ചടങ്ങ് കാണാൻ പറ്റില്ല. ക്ഷണിക്കേണ്ട മുഴുവൻ ആൾക്കാരെയും വെച്ച് വൈകിട്ട് ഹോട്ടലിൽ ഒരു റിസപ്ഷൻ നടത്താം. എന്താ? ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. പിന്നെ വിവാഹത്തിന് ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ ചെയ്യും. അതേക്കുറിച്ചൊന്നും ടെൻഷൻ വേണ്ട. നമുക്ക് അങ്ങനെ തീരുമാനിച്ച് തൽക്കാലം പിരിയാം. അല്ല, ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് വന്നിട്ട് ചായ മാത്രമല്ലേ കുടിച്ചോളൂ? നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് ഏയ്, ഒരു ചടങ്ങായിട്ടൊന്നും കരുതണ്ട. ഇപ്പൊ നമ്മളൊരു കുടുംബമായില്ലേ. ഇനി കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ആവശ്യം പോലെ ആവാലോ. ഒരു സമ്മതം അറിയുകയേ വേണ്ടിയിരുന്നുള്ളൂ. തീരുമാനമായ സ്ഥിതിക്ക് ഇനി ഒരുക്കങ്ങൾ പെട്ടെന്ന് ചെയ്യണ്ടേ? സമയം തീരെയില്ല. അല്ല, ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മളാരും കാണാതെ അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞതല്ലേ. ഇനി സംസാരിക്കാനും നമ്മുടെ അനുവാദം വേണ്ട, അല്ലടാ? അപ്പോ ശരി ഗോപാലകൃഷ്ണ. ശരി ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.